ഈ പരിശുദ്ധമായ സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 3 ആയത്ത് മഗ്രിബിന് ശേഷം ഒരാൾ ഓതിയാൽ വക്കലല്ലാഹു ബിഹി 70000 മലക്കിൻ യുസല്ലൂന അലൈഹി ഹത്താ യുംസി. സുബഹിക്ക് ശേഷം സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്ത് ഒരാൾ പാരായണം ചെയ്താൽ 70,000 മലക്കുകൾ വൈകുന്നേരം വരെ അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് ആയത്ത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. أعوذ بالله السميع العليم من الشيطان الرجيم. 3 തവണ أعوذ بالله السميع العليم من الشيطان الرجيم أعوذ بالله السميع العليم من الشيطان الرجيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم. ഇങ്ങനെ ചൊല്ലി സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 3 ആയത്ത് സുബഹിക്ക് ശേഷം 1 തവണ, മഗ്രിബിന്റെ ശേഷം 1 തവണ നമ്മൾ ഓതാൻ തുടങ്ങിയാൽ എത്ര മലക്കുകളാ 70,000 മലക്കുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു. ഇനി മരിച്ചാലോ, ആ ദിവസം മരിച്ചാലോ മാത ഷഹീദാ, ഷഹീദിന്റെ കൂലിയുണ്ട്. അയാൾ മരിച്ചാൽ അവർക്ക് അല്ലാഹു നൽകുന്നത് രക്തസാക്ഷിയുടെ പ്രതിഫലമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ തുടങ്ങിക്കൂടെ? ഇതൊക്കെ വേദ കേട്ടിട്ട് പോയാൽ മതി, തുടങ്ങിക്കൂടെ? ഇതൊക്കെ ചെല്ലാൻ ഒരു 10 മിനിറ്റ് പോലും വേണ്ട എന്റെ സുഹൃത്തുക്കളെ. 10 മിനിറ്റിന്റെ പോലും ആവശ്യമില്ല. ഇത് ഓതാൻ 5 മിനിറ്റ് വേണ്ട. നേരത്തെ പറഞ്ഞതും ഇതൊക്കെ ജീവിതത്തിൽ ഇന്ന് മുതൽ നമ്മൾ പ്രാവർത്തികമാക്കാം. നാളെ സുബഹിക്ക് ശേഷം, മഗ്രിബിന്റെ ശേഷം ഇങ്ങനെ നിരന്തരമായി 21 ദിവസം നമ്മൾ നിരന്തരമായി ചെയ്താൽ ഇൻഷാ അല്ലാഹ് മരണം വരെ പിന്നീട് നമ്മൾക്ക് മറക്കൂല, നമ്മൾ ചെല്ലും. അങ്ങനെ മരിച്ച ഷഹീദിന്റെ കൂലി കിട്ടൂലേ? ഷഹീദിന്റെ കൂലി കിട്ടൂലേ? അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ത്വഅത്തിലായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്.